തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോയിൽ പ്രതിവർഷം 2 കോടി ജോലി കൊടുക്കും സർക്കാർ സർവീസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുന്നണി വോട്ട് പിടിച്ചത്. താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞ കണക്ക് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ പറയണ്ട. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വരുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രേഖാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഈ 10 വർഷത്തിനകം 30 ലക്ഷം റിട്ടയർമെൻറ്റ് വേക്കൻസികൾ കേന്ദ്ര സർക്കാരിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ 3 മാസത്തിനകം ഈ 30 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കും. അതിൽ 15 ലക്ഷം വനിതകൾക്കും 15 ലക്ഷം പുരുഷന്മാർക്കും ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നത് 30 ലക്ഷം ഒഴിവുകൾ ഉള്ള കണക്ക് ഞങ്ങളുടെ കയ്യിൽ ഔദ്യോഗികമായിട്ടുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ദേശീയപാത വികസനം ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറഞ്ഞു. എൻ്റെ ചോദ്യം, ദേശീയപാത വികസന അതോറിറ്റി നിലവിൽ വന്ന വർഷം എന്നാണെന്നറിയാമോ? ആരാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യമായി 24 മീറ്റർ മുതൽ അങ്ങോട്ട് എത്ര വേണമെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിൽ വീതി കൊടുക്കാൻ കഴിയുന്ന റോഡ് ഉണ്ടാക്കാനുള്ള പദ്ധതി ദേശീയ ഉപരിതല ഗതാഗത വകുപ്പിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ പേരറിയാമോ? നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. രാഹുൽ പറയാമെങ്കിൽ ഞാൻ ഈ പണി ഇവിടെ നിർത്തിയേക്കാം. ആരാണ് പ്രധാനമന്ത്രി? ആരാണ് കൊണ്ടുവന്നത്? ഞാൻ ഈ പണി ഇവിടെ നിർത്താം. എന്റെ പൊതുപ്രവർത്തനം നിർത്തിയേക്കാം. എന്റെ പൊതുപ്രവർത്തനം നിർത്തിയേക്കാം. രാഹുൽ പറയാൻ ചോദ്യോത്തര പങ്ക്തിയല്ല. അല്ല, ഒരു കാര്യം, ഇത് ചോദ്യോത്തര പങ്ക്തിയല്ല. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ മൈക്ക് തരാം. ആ ചോദ്യമല്ല ഇവിടെ ചോദിക്കുന്നത്. ആർക്കും നിയമം കൊണ്ടുവരാം, പ്രഖ്യാപനം നടത്താം, തള്ളിടാം. ആര് നടപ്പിലാക്കി നിങ്ങൾ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിച്ചത് എവിടെയാണ്? ജപ്പാനിലാണോ? അമേരിക്കയിലാണോ? ദക്ഷിണാഫ്രിക്കയിലാണോ? എവിടെയാണ് നിർമ്മിച്ചത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയ ഇന്ത്യയിലെ 6 കോച്ച് ഫാക്ടറികളിൽ ഈ സാധനം ഉണ്ടാക്കിയത്. ഈ നെഹ്റു അവിടെ ഈ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് എന്തായിരുന്നു ഇത്രയും നാൾ വന്ദേ ഭാരത് ഉണ്ടാക്കാതെ?